സംസ്ഥാനത്തെ സർവകലാശാല ആക്ടുകളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ കൂട്ടിച്ചേർക്കുന്നതിനുള്ള കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ താൽക്കാലിക വിസിമാർ വിസമ്മതിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനിർമ്മാണം. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഈ ബില്ല്. അതിലെ ഉള്ളടക്കം എന്താണ്? പുതിയ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഈ ബില്ലിലുള്ളത്? വിജയകുമാർ, സംസ്ഥാനത്തെ സർവകലാശാലകളിലെ താൽക്കാലിക വിസിമാർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ പ്രശ്നം പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തുന്നത്. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവരാൻ ഉള്ള നീക്കമാണ് നടത്തുന്നത്. ഈ സർവകലാശാല നിയമത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഭേദഗതി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിസിയോട് ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്ന വ്യവസ്ഥയാണ് ഈ കരട് നിയമത്തിൽ ഉൾപ്പെടുത്താൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഇത് അടങ്ങുന്ന വ്യവസ്ഥകൾ അടങ്ങുന്ന ഒരു നിയമ ഭേദഗതിയായിരിക്കും നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ വരാൻ പോകുന്നത്. അതായത് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് നിലവിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിസിയോട് ആവശ്യപ്പെടുകയോ അഭ്യർത്ഥിക്കുകയോ ചെയ്താൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം കൂടിയിരിക്കണം. ഈ വ്യവസ്ഥ ഉൾപ്പെടുന്ന നിയമ ഭേദഗതിയാണ് വരാൻ പോകുന്നത്. കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വിസി കൂട്ടാക്കാത്തത് വലിയ തോതിലുള്ള ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സർവകലാശാല രജിസ്റ്റർ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടും മറ്റും വിയോജിപ്പുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വിസി കൂട്ടാക്കുന്നില്ല. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഒക്കെ തന്നെ സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നിയമ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിസഭ കരട് ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വിസിമാർ തയ്യാറാകാത്ത വിസമ്മതിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഈ നീക്കം. നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബില്ല് സഭയിൽ കൊണ്ടുവരും. വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.